സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് ട്രൈ ഡിഷാണിത്. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട്, ഇതൊന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും. കാന്താരി ഇട്ട ബീഫ് വേണം. എനിക്ക് ബാത്റൂമിൽ ഇരിക്കണ്ട, വേണോ വേണ്ടേ? Sharing food is key to a good relationship. അപ്പോൾ നമുക്ക് കാന്താരി ബീഫ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് കാന്താരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാനിവിടെ ഇഞ്ചിയേക്കാൾ കൂടുതൽ വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഒരു ബീഫ് കറിക്ക്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളകും കാന്താരിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയാത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമുക്കിത് ഈ അരച്ച പേസ്റ്റെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ബീഫ് ഫ്രൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വേവിക്കേണ്ട, ഒരു വിസിൽ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ബീഫ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട. ഇതിപ്പോൾ ഞാനൊരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം, പെരുംജീരകം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇനി മടിയുള്ളവർക്ക് സവാള എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഗരം മസാലയും. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഈ ഒരു പൊടികളുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കേണ്ട, കാരണം തേങ്ങാപ്പാൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡായിട്ടുള്ള കാന്താരിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസിയല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.